റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് പോലീസിന്റെ അസാധാരണ നീക്കത്തിലൂടെ. ദേവസ്വം ബോർഡിനെ പ്രതിയാക്കാൻ ദേവസ്വം കമ്മീഷണറിൽ നിന്നും പോലീസ് പരാതി ചോദിച്ചു വാങ്ങുകയായിരുന്നു. അന്വേഷണം ഹൈദരാബാദിലേക്കും നീളുകയാണ്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുമായ നാഗേഷിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അതേസമയം ADGP H. വെങ്കടേഷ് നാളെ ശബരിമലയിൽ എത്തുന്നുണ്ട്. ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് ഇന്നും പരിശോധന നടത്തുകയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് LDF നേതൃത്വം. റഹീസ് റഷീദ്, ഹരി മോഹൻ, CV പ്രസാദ്, പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ഇതിലിപ്പോൾ പോലീസ് വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു. ദേവസ്വം വിജിലൻസ് ഈ പരാതികൾ ചോദിച്ചു വാങ്ങിക്കൊണ്ട് അല്പം വേഗത്തിൽ മുന്നേറുകയാണ് പോലീസ് അന്വേഷണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? റഹീസ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സ്മൃതി, 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിപ്പട്ടികയിൽ കൊണ്ടുവന്നത് പോലീസിന്റെ അസാധാരണ നീക്കത്തിലാണ്. കാരണം വെള്ളിയാഴ്ച ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ദേവസ്വം കമ്മീഷണറെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിശദമായ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ശനിയാഴ്ച രാവിലെ FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രതിയായിരുന്നില്ല. ദേവസ്വം വകുപ്പിലെ 9 ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം 10 പേരായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം DGP രവതാ ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിളിച്ച് കട്ടളപ്പാളയിൽ മറ്റൊരു പ്രത്യേക പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ മറ്റൊരു പരാതി കൂടി DGPക്ക് നൽകി. ആ പരാതിയിലാണ് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി 8ാം പ്രതിയാക്കിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഔദ്യോഗികമായി വിശദീകരിക്കുന്നില്ല അവർ. പക്ഷേ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇതിൽ CPIM-ഉം സർക്കാരും രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് ഭരണസമിതിയുടെ പങ്കുകൂടി അന്വേഷണ പരിധിയിൽ വരട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നത് കരുതണം. അങ്ങനെയാണെങ്കിൽ മുൻപ് UDF ഭരണകാലത്തുണ്ടായിരുന്ന ഭരണസമിതിയിലേക്ക് കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൂടി അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്ന ദേവസ്വം വിജിലൻസിന്റെ ഉത്തരവിൽ അന്നത്തെ ദേവസ്വം ഭരണസമിതിക്കെതിരെ ഗുരുതരമായ വാക്കുകളും പരാമർശങ്ങളും ഉണ്ട്. എന്നിട്ട് FIR-ൽ എന്തുകൊണ്ട് അവരുടെ പേര് ചേർത്തില്ല എന്ന് ദേവസ്വം ബെഞ്ചെങ്ങാനും ചോദ്യം ഉന്നയിച്ചാൽ SIT പ്രതിരോധത്തിലാകും. അത് പിന്നീടായിരിക്കാം നിയമോപദേശവും മറ്റോ DGPക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പരാതി കൂടി വാങ്ങി അവരെ കൂടി പ്രതിപ്പട്ടികയിൽ കൊണ്ടുവന്നതാകാനാണ് സാധ്യത. സ്മൃതി, അത് പ്രധാനമാണ്. നേരത്തെ പറഞ്ഞു കേട്ട പേരുകൾക്കപ്പുറമുള്ള ഒരുപാട് പേരുകൾ വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നൊക്കെ മഹസറിൽ എഴുതി വെക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യമാണ് ഈ സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയിരുന്നത്. മാത്രമല്ല ഈ ചെമ്പിലുള്ള സ്വർണം പൂശിയ ചെമ്പ് അറ്റകുറ്റപ്പണികൾ ചെയ്യാനായി നാഗേഷ് എന്നയാളുടെ സ്ഥാപനത്തിലാണ് എത്തിച്ചത് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഹരിമോഹൻ, അപ്പോൾ ഹൈദരാബാദിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ പാളി ആദ്യം കൊണ്ടുപോയത് എവിടേക്കാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിലേക്ക് അന്വേഷണം നീളുമ്പോൾ ആരിലേക്ക് ഒക്കെയാണ് എത്തുക? സ്മൃതി, ഹൈദരാബാദിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഹൈദരാബാദിൽ വെച്ചായിരിക്കാം ഈ സ്വർണത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചന. അതിൽ പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഇത് ഏറ്റുവാങ്ങുന്നത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അനന്ത സുബ്രഹ്മണ്യമാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അത് ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം അനന്ത സുബ്രഹ്മണ്യം നേരെ കൊണ്ടുപോകുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കല്ല, മറിച്ച് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിലെ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ ഏറെ ദിവസം ഈ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചു വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈദരാബാദിലുള്ള നാഗേഷ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തോ സഹായിയോ ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോകുന്നത് നാഗേഷിന്റെ വീട്ടിലേക്കല്ല, മറിച്ച് നാഗേഷ് എന്ന് പറയുന്നയാൾ സ്വർണത്തിന്റെയും ചെമ്മിന്റെയും ഒക്കെ അടക്കമുള്ള ലോഹങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് നാഗേഷ്. ആ നാഗേഷിന്റെ ഇതേ സ്ഥാപനം
സ്ഥാപനത്തിലേക്കാണ് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നത്. ആ സ്ഥാപനത്തിൽ 1 മാസത്തിലേറെ ദിവസം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ദേവസ്വം വിജിലൻസ് നേരത്തെ തന്നെ നടത്തിയത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവിടെ വെച്ച് ആ 1 മാസത്തിലേറെ എന്തിനാണ് അവിടെ പാളികൾ കൊണ്ടുവച്ചത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നാഗേഷ് തന്നെയാണ് ആ പാളികൾ നേരിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. അതായത് ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് നേരിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കേണ്ട ഉരുപ്പടികൾ നേരിട്ട് എത്തുന്നതിന് പകരം ഹൈദരാബാദിൽ നിന്ന് നാഗേഷാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്നുള്ള ഗൗരവകരമായ കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാഗേഷിന് എന്താണ് ഇത് റോൾ എന്നുള്ളതാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. അതിനാദ്യം നാഗേഷിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള നിലയ്ക്ക് നാഗേഷിനെ കുറിച്ച് പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് നാഗേഷിന്റെ സ്ഥാപനത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ്. പക്ഷെ നാഗേഷിനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നാഗേഷിൽ നിന്ന് കിട്ടുന്ന മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ